പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. കഴിഞ്ഞ നിമിഷം വരെയും അത്ഭുതകരമായി നമ്മെ നടത്തി, നമ്മെ പരിപാലിച്ച നാഥൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കരുതലുകളെ ഓർത്തുകൊണ്ട്, വിടുതലുകളെ ഓർത്തുകൊണ്ട്, പരിപാലനത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും നമ്മതിന് സമർപ്പിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായവനും ഒരുവൻ മാത്രമാകയാൽ 2-3 പേർ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയോ ഞാൻ അവരുടെ മധ്യം ഉണ്ടാകാമെന്ന് അരുളി ചെയ്തവനായ യേശു തമ്പുരാൻ ഈ രാത്രികാലവും നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കാൻ നമുക്ക് നന്ദി ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. കരങ്ങളെ തട്ടി അല്പസമയം ഹല്ലേലൂയ. ഉടരമനഗതലവ ഉടമനരികവരാധരവ ഉടമനഗതരവ ഉഷമനഗതരാധികവലാധല ഉടമനഗതരവ ഉടമനരികവലഗതലക്ഷണധരാ ഈവമനഗതരവ ഉടമനരികവലഗതരാധികസ്തരാധരവ. ആരാധനയ്ക്ക് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, അവിടുത്തെ പാദമെടുത്തിലേക്ക് അടുത്തു വരുവാൻ, തിരുസന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായി നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ചു വഴിയാതല്ലാകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ, എത്ര വേഗം അവിടുന്ന് കൂട്ടി വരുത്തണമേ. നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാൻ ഈ രാത്രികാലോട് സഹായിക്കണമേ. പുതുകൃപയാതിന് ജനത്തെ നിറയ്ക്കണമേ, പുതുശക്തിയാതിന് ജനത്തെ നിറയ്ക്കണമേ. വലിയ വിടുതൽ ഓരോരുത്തരുടെ പേരും അവിടുന്ന് പകരുമാറാകണമേ. ദർശനമുള്ളവരായിട്ട്, വെളിപ്പാടുള്ളവരായി, കൃപാവരങ്ങളെ ജ്വലിക്കപ്പെട്ടവരായി തീരുവാൻ അവിടുത്തെ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ രാത്രികാലത്തെ കൂടി വരവ് അവിടുത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്താണ്ട് പാടുവാനും ആരാധിപ്പാനും അവിടുത്തെ ജനത്തെ ശക്തീകരിക്കണമേ. ആത്മബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മധ്യ ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ജനത്തിന് കൊടുക്കേണ്ട ദൂതകൾ, ആലോചനകള് ആത്മനിറവോടെ പ്രസ്താവിപ്പാൻ അവിടുത്തെ അഭിഷേകന്മാരായ ഞങ്ങളെ കർത്താവേ ഈ രാത്രികാലോട് ശക്തീകരിക്കണമേ. കടന്നു വന്നതുപോലെ അല്ല കർത്താവേ, വിടുതൽ പ്രാപിച്ചവരായി ഇന്ന് രാത്രികാലം കർത്താവേ ഞങ്ങൾ ഇവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ മൈലുകൾക്കപ്പുറം കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതൽ നടക്കപ്പെടുവാനൊക്കെ വേണം സ്വർഗം അവിടെ നടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേലെല്ലാം കർത്താവേ അവിടുന്ന് ഇന്ന് രാത്രികാലം വിടുതലയക്കുന്നതിനായി സ്തോത്ര. വിടുതൽ കണ്ട ജനം ഹല്ലേലൂയ, മോചനം പ്രാപിച്ച ജനം ഹല്ലേലൂയ. മരുഭൂമിയിൽ തപ്പുകിണരമെടുത്ത് കർത്താവിനെ ആരാധിച്ച പോലെ ഇന്ന് രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. സുഷളെല്ലാം അനുഗ്രഹിക്കണം. അവിടുത്തെ നാമം രാത്രികാലം ഞങ്ങളുടെ മധ്യേ ബലപ്പെടുവാൻ തൊക്കെ വേണം, മഹത്വപ്പെടുവാൻ തൊക്കെ വേണം. സ്വർഗമിടയാക്കണം. പ്രാർത്ഥനകളതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ആ സന്നിധിയിലേക്ക് അടുത്ത് വരാൻ എത്ര സന്തോഷമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ഹല്ലേലൂയ ആഴ്ചയിലെ പറഞ്ഞത് ആ കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് കണ്ണടച്ചിരുന്നു ഇന്ന്? ഹല്ലേലൂയ. ഇല്ല, ഒത്തിരി പേരെ കണ്ടായിരുന്നു. അതായത് 1-2 പേര് കണ്ണടച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. അതല്ല, നമുക്ക് കർത്താവിൻ്റെ പ്രസൻസ് നമ്മുടെ മധ്യ കർത്താവ് ഉണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ പാട്ട് പാടുമ്പോഴും ഹല്ലേലൂയ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ പാട്ട് പാടുമ്പോൾ എണ്ണീറ്റിന്ന് പാടുന്നവർക്ക് എണ്ണീറ്റ് പാടാം, കൈയടിച്ച് പാടാം. എല്ലാം സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ സഭയായത്. അതുകൊണ്ട് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം ഒരു പാടുമ്പോൾ ആദ്യം വരി പാടുമ്പോൾ തന്നെ എണ്ണിക്കണം തോന്നി എണ്ണീറ്റ് കൈയടിച്ച് പാടാം. ഹല്ലേലൂയ.
അതുപോലെ ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രസൻസ് നമ്മുടെ മധ്യമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മളെല്ലാം ഹല്ലേലൂയ വേറെ ചിന്തകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ നമ്മുടെ സന്നിധിയിലേക്ക് കിട്ടുന്ന 2-3 മണിക്കൂറാണ് കിട്ടുന്നത്. ആ മണിക്കൂറുകൾ ഹല്ലേലൂയ നമുക്ക് കർത്താവിനോട് സംസാരിക്കുവാൻ വേണ്ടി, ഹൃദയങ്ങളെ തുറക്കുവാൻ ഹല്ലേലൂയ ദൈവമേ ഞങ്ങൾക്ക് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് കർത്താവ് ഞാൻ ഈ വരുന്ന നാളുകളിൽ അപ്പാ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞേ കർത്താവിനെ ഒന്ന് വർഷിപ്പ് ചെയ്ത് കർത്താവിനെ ഒന്ന് ഹല്ലേലൂയ ഇത് പ്രൈസ് കൊടുത്ത് ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അപ്പാ അപ്പം സ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്ന പറ്റ സ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്ന പറ്റ ഹല്ലേലൂയ അതിൻ്റെ നാമം ഹല്ലേലൂയ ഞങ്ങളുടെ നാമം ഉയരണം അപ്പാ നിങ്ങളുടെ നാമം ഉയരണം ഹല്ലേലൂയ ആ പ്രസൻസ് ഉയരണം ആ പ്രസൻസ് ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യ വന്നതിനായി സ്തോത്രം ചെയ്യുക സ്തുതിച്ചുകൊണ്ടിരിക്കുക ഹല്ലേലൂയ ആമേൻ. രോഗികളായിട്ട് വന്നവരാരും ഹല്ലേലൂയ രോഗികളായിട്ട് കടന്നു പോകാനല്ല, വിടുതൽ വ്യാപിച്ച് ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച് മടന്നു പോവാൻ ആ പ്രസൻസോടെ ഹല്ലേലൂയ 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 ഊരാ ധാരാ ബാബാ ബാരേ ധീരി ധാരാ ബാബാ ബാ ഈ ധാരാ ധാരാ ബാബാ ബാരേ ധീരി ധീരി ബാബാ ബാബാ ഈ ധാരാ ബാബാ ബാരേ ധീരി ധീരി ബാബാ ബാബാ ഈ ധാരാ ബാബാ ബാരേ ധീരി ധാരാ ബാബാ ഊരി ധാരാ ധാരാ ബാബാ ബാരേ ധീരി പ്രസന്നത്തെ വാഞ്ചിക്കിരോ വല്ലമയാൽ എന്നെ നിറയ്ത്ത് നീരാളുകை செய்யும் வரும் தூய പ്രസന്നത്തെ വാഞ്ചിക്കിരോ വല്ലമയാൽ എന്നെ നിറയ്ത്ത് നീരാളുകை செய்யும் ജീവതണ്ണീർ നീരേ എൻ ദാഹം തീർക്കുമോ ആലോചനായി കാത്തരേ നീരാളുകை செய்யும் ജീവതണ്ണീർ നീരേ എൻ ദാഹം തീർക്കും ആലോചന കർത്തരേ നീരാളുകை செய்யும் വരും തൂയ പ്രസന്നത്തെ വാഞ്ചിക്കിരോ വല്ലമയാൽ എന്നെ നിറയ്ത്ത് നീരാളുകை செய்யும் வரும் தூய പ്രസന്നത്തെ വാഞ്ചിക്കിരോ വല്ലമയാൽ എന്നെ നിറയ്ത്ത് നീരാളുകை செய்யும் വല്ലമയാൽ എന്നെ നിറയ്ത്ത് നീരാളുകை செய்யும் ജീവതണ്ണീർ നീരേ എൻ ദാഹം തീർക്കുമോ
ദാഹം തീർക്കുമോ ആലോചന കർത്തരേ നീരാളുകை செய்யும் வரும் தூயாவியே பிரசன்னத்தை வாஞ்சிக்கிறோம் வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும் வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும் ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കേട്ടതുപോലെ കല്ലറയുടെ പടിവാതിൽ ചെന്നിട്ട് ആ മറിയ ഹല്ലേലൂയ പറഞ്ഞത് മറിയയുടെ കണ്ണീരിനെ മറികടന്ന് പോകാൻ കഴിയാത്തൊരു കർത്താവാണ് കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹം വലുത്. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ പ്രസന്നത്തിനെ ആഗ്രഹിക്കുന്നവർ, ആ പ്രസൻസിനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഹൃദയങ്ങളെ തുറന്ന് ഹല്ലേലൂയ ഓ ആ പ്രസൻസ് ഹല്ലേലൂയ കൊതിക്കുന്നവരെ ആഗ്രഹിക്കുന്നവരുടെ ചുറ്റുമുള്ള കർത്താവിന്റെ പ്രസൻസിലുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ കൊതിക്കുന്നവർക്ക് ആ അതിശയകരമായ സ്നേഹം എന്തൊരു അതിശയമായ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ തട്ടി എന്ത് അതിശയമേ ആ ദൈവത്തിന്റെ സ്നേഹം ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ഹല്ലേലൂയ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സമാനമായി സംസ്കൃതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ സമാനമായി സംസ്കൃതം കാണുന്നു ഞാൻ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതി പിതാവാൻ കുരിശിന്റെ ചാരിലാ. ദൈവമേ നിൻ മഹാസ്നേഹമതി പിതാവാൻ കുരിശിന്റെ ചാരിലാ. എനിക്കാവതില്ലേ അതിതാഴമണം നിറവേത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിതാഴമണം നിറവേത്ര ബഹുലമത്. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. പതിനായിരത്തിലൊരംശം ചൊല്ലിയിടുവാനില്ല സാധ്യമോ. പതിനായിരത്തിലൊരംശം ചൊല്ലിയിടുവാനില്ല സാധ്യമോ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോഹമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിടുന്ന. മോഹമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിടുന്ന. ഏകജാതനമേശുവെ പാലകർക്കായി വന്ന
സ്നേഹമതിശയമേ ഏകജാതനവേശുവെ പാലകർക്കാൻ തന്ന സ്നേഹമതിശയമേ അവരെന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അവരെന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ പാപത്താൽ നിന്നെ ഞാൻ കോപിച്ചിട്ടുള്ളൊരു കാലത്തിലും ദയവാ പാപത്താൽ നിന്നെ ഞാൻ കോപിച്ചിട്ടുള്ളൊരു കാലത്തിലും ദയവാ ദേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തന്നിലാച്ചൽ ഏറിടുന്നേ ദേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തന്നിലാച്ചര്യമേറിടുന്നേ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുപോട്ടും നിഷേധിക്കാതെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുപോട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ദൈവമേ നിൻ മഹാസ്നേഹമതിൽ പിതാവാർക്കു ചിന്തിച്ചറിവാ ദൈവമേ നിൻ മഹാസ്നേഹമതിൽ പിതാവാർക്കു ചിന്തിച്ചറിവാ എനിക്കാവതില്ലേ അതിനാഴമളം നിടാനെത്ര ബഹുലമഹോ എനിക്കാവതില്ലേ അതിനാഴമളം നിടാനെത്ര ബഹുലമഹോ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൽ എഴുതോ ചൊല്ലിടുവാൻ പാലില സാധ്യമഹോ അതിനായിരത്തിലൊരംശം ചൊല്ലിടുവാൻ പാലില സാധ്യമഹോ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ദൈവമേ നിൻ മഹാസ്നേഹമതിൽ പിതാവാർക്കു ചിന്തിച്ചറിവാ ദൈവമേ നിൻ മഹാസ്നേഹമതിൽ പിതാവാർക്കു ചിന്തിച്ചറിവാ എനിക്കാവതില്ലേ അതിനാഴമളം നിടാനെത്ര ബഹുലമത് എനിക്കാവതില്ലേ അതിനാഴമളം നിടാനെത്ര ബഹുലമത് അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഓ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപയൊന്നു മാത്രം യേശുവേ സമരയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ സമരയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചു എന്നെ
തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. 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 എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എന്നാണ് ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമാടുത്തായതെനിക്കാനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റമാടുത്തായതെനിക്കത്രയാനന്ദം. എന്റെ പ്രിയരെ ഒന്നു കാണുക, എന്റെ പ്രിയരെ ഒന്നു കാണുവാൻ വാഴും ഞാൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വാരിധിയിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയരന്റെ ബോട്ടിലുണ്ടല്ലോ. അമൻ വാരിധിയിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയരന്റെ ബോട്ടിലുണ്ടല്ലോ. കരം പാടിയ നാട്ടിലെത്തുമേ, കരം പാടിയ നാട്ടിലെത്തുമേ. അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ രക്ഷിതാവെ നിൻവരവു കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോകെ കഷ്ടതകൾ എത്രയേൽക്കണോ. എന്റെ രക്ഷിതാവെ നിൻവരവു കാത്തു കാത്തു ഞാൻ ഈ ദുഷ്ടലോകെ കഷ്ടതകൾ എത്രയേൽക്കണോ. എന്നെ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ ദുഃഖം തീർന്നു പോകും.
വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വിഷാമസ്ഥാനി സോണിയെന്നും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിശ്ചയമാകും എന്റെ പ്രിയനിൽ വിഷാമസ്ഥാനി സോണിയെന്നും ക്ഷീണമാകുമ്പോൾ എനിക്കെത്തിടാത്ത നിശ്ചയമാകും എന്റെ പ്രിയനിൽ എന്നെ പോറ്റിടൂ എന്റെ രക്ഷകൻ അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഇന്നലെ കളിന്നു ഞാൻ പ്രിയ നാടിനോ നെഞ്ചമടുത്തായതെനിക്കെത്രയാനന്ദം ഇന്നലെ കളിന്നു ഞാൻ പ്രിയ നാടിനോ നെഞ്ചമടുത്തായതെനിക്കെത്രയാനന്ദം എന്റെ പ്രിയരെ ഒന്നു കാണുവാൻ എന്റെ പ്രിയരെ ഒന്നു കാണുവാൻ അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ അവൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ ഈ വാരിധിയിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനന്റെ ബോട്ടിലുണ്ടല്ലോ ഈ വാരിധിയിൽ വന്തിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനന്റെ ബോട്ടിലുണ്ടല്ലോ പാടിയ നാട്ടിലെത്തുമേ പാടിയ നാട്ടിലെത്തുമേ അവൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ദൈവജനത്തെ ആരാധിപ്പോൾ വിടാതെ ഒതുക്കുന്ന ശക്തികളും സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിനെ നാമത്തിൽ ഇതിനൊരുകാലം വീട്ടുമാറുണ്ട് ബന്ധനങ്ങൾ യേശുവിനെ നാമത്തിൽ അഴിഞ്ഞു മാറുണ്ട് സുഖത്തിന്റെ അമിക്കേരുകൾ യേശുവിനെ നാമത്തിൽ ഇതിനൊരുകാലം തകരുമാറുണ്ട് ഞാൻ പടക്കുന്ന തീരെ പാഞ്ഞില്ലു എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കിടക്കൂ എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കിടക്കൂ എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കിടക്കും ഓരമരകതരവ ഉടമനകതരവ ഉടമനരികമരാധികരാധരവ പുരോഹിതന്മാർ കാകളം മതിയപ്പോൾ ജനമാർപ്പിട്ടതുപോലെ ഇന്ന് രാത്രികാലം മാർപ്പിടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ മുമ്പിൽ നിൽക്കുന്ന മതിലുകളൊക്കെ തകർന്നു മാറി നിനക്ക് വേണ്ടി പുതുവഴികൾ കർത്താവ് തുറന്നു തരും ഉടമനകതര ചെങ്കടലിൽ വിഭാഗിച്ചവേ ആ യോർദാനെ പിൻവാങ്ങുവാറാക്കിയവേ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാ കാറ്റുകളെ ദൂതന്മാരും അഗ്നിജാലകളെ തന്നെ ശുശ്രൂഷകന്മാരാക്കി തീർത്ത കർത്താവ് ഈ രാത്രികാലം അവിടുന്ന് നമ്മുടെ മധ്യയുള്ളതിനാ നമുക്ക് വിടുതൽ തരുവാ നമ്മെ അനുഗ്രഹിപ്പാ നമ്മെ ശക്തീകരിപ്പാ നമ്മെ സൗഖ്യമാക്കുവാ നമ്മുടെ കൃപ പകരുവാൻ ഈ രാത്രികാലവും അരുമനാഥൻ നമ്മുടെ മധ്യയുള്ളതിനാൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദിവസത്തിൽ താണിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് വീന സഹോദരി സോണി മുതലും പ്രാർത്ഥിച്ചാട്ട്. Praise the Lord. Hallelujah, Jesus.
സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ച, ഈ നല്ലത് മനോഹരമായ രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെയല്ലപ്പാ, ഇരട്ടി അനുഗ്രഹത്തോടെ ഇരട്ടി ബലത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി മടങ്ങിപ്പോകുവാൻ ഇന്ന് രാത്രികാലം സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പാടുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രപ്പാ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ. ദാസന്മാരോട് കൂടെ ഇരുന്നതിനായി സ്തോത്രപ്പാ. തന്റെ മക്കളെ വീണ്ടും ബലപ്പെടുത്തണമേ, ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപ സഭയുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ദിവസങ്ങളിൽ സഭയോട് ദൈവത്തിന്റെ ജനത്തോടുമുള്ളതെല്ലാം നിറവേറി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഹൃദയത്തോടും ഉപവാസത്തോടും കണ്ണുനീരോടും വിലാപത്തോടും കൂടി കർത്താവേ, സഭയാം കുടുംബങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് ദിവസങ്ങളിൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഉപവാസത്തിന്റെയും കരച്ചിലിന്റെയും നടക്കേണ്ടുന്ന വിടുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സഭയൊന്നുകൂടി ഒരുങ്ങട്ടപ്പാ, ജനത്തിനു വേണ്ടി കരയുവാൻ. ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ സഭയെ കർത്താവ് വീണ്ടും ഉപയോഗിക്കുമാറാകണമേ. സഭ ഒരു അനുഗ്രഹമായി തീരട്ടപ്പാ. ഞങ്ങളിലൂടെ കർത്താവെ അനേകര് രക്ഷയിലേക്ക് കടന്നു വരുവാൻ, അനേകര് വിടിവിക്കപ്പെടുവാൻ, കർത്താവെ അനേക സ്നാനങ്ങളിൽ സഭയ്ക്കകത്ത് നടക്കുവാൻ, അനേകരെ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടടങ്ങിയിരിക്കുവാനല്ല, അതിനുവേണ്ടി അടിയങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇന്നത്തെ ഈ ആരാധന ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടപ്പാ. ഭാരത്തോടെ പ്രയാസത്തോടെ സങ്കടത്തോടെ അപ്പാ ഇന്ന് രാത്രി കാലം കടന്നു വന്ന തന്നെ ജനങ്ങൾ ഓരോരുത്തരും കർത്താവേ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗം ഇന്ന് രാത്രി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കടന്നു വന്ന തന്റെ ജനം സൗഖ്യം പ്രാപിച്ചു മടങ്ങട്ടപ്പാ. ഹല്ലേലൂയ. വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങളെ ഈ ദിവസങ്ങളിൽ കേട്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കണ്ട് സന്തോഷിപ്പാൻ അടിയങ്ങളുടെ ഈ സഭയെ കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. നല്ല പാട്ടുകളെ തന്നതിനായി സ്തോത്രപ്പാ. നല്ല സങ്കീർത്തനത്തെ, നല്ല സാക്ഷ്യത്തെ, നല്ല പ്രബോധനത്തെ ഒക്കെ കർത്താവേ ഇന്ന് രാത്രി കാലം ദൈവം ഞങ്ങൾക്ക് നൽകി തരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ചെയ്തെടുപ്പാൻ തന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. തന്റെ ജനത്തിനു വേണ്ടി ഇടിവി നിൽക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ തന്റെ ദാസനെ വീണ്ടും കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. അമ്മാമയ്ക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപയുടെ മറവിൽ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കടന്നു വന്ന ജനത്തെ എല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. തന്റെ ജനത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ദൂരത്തും ചാരത്തുമായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പാ ജനം സമാധാനമില്ലാതെ ആയിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവേ ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത വലിയ സമാധാനം തന്റെ ജനത്തിന്റെ മേൽ അയച്ച് ദൈവം ഓരോ ഹല്ലേലൂയ ജനത്തെ വിടുവിച്ച് ലോകത്തിന് സമാധാനം നൽകി കൊടുത്ത് ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. സന്നിധി ബോധത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഇരുത്തിയാട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നിറയുന്ന കുഞ്ഞുങ്ങളായി ദിവസങ്ങളിൽ തീർന്ന് അഭിഷേകത്തോടെ അന്യഭാഷ അടയാളത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കൽ കൂടി സഭയാം കുടുംബങ്ങളെ എല്ലാം ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളെല്ലാം കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ കർത്താവേ, ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവേ ഈ നല്ല സമയത്ത് കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളെ ഒരുക്കി തന്ന ഈ നല്ല അവസ്ഥനായി സ്തോത്രം ചെയ്യുന്നു. ലോകം കർത്താവെ അനേക അനർത്ഥങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവേ ഈ നല്ല സമയം ഞങ്ങൾക്ക് ഒരുക്കി തന്നു കർത്താവേ. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് തരുന്ന ഈ ആരാധനയ്ക്കായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ജനങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. തന്നെ ആശ്രയിച്ച് കർത്താവേ. ഹല്ലേലൂയ. പുതിയ വചനങ്ങൾ ഏറ്റുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ദേവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ഞങ്ങളുടെ സഭാദാസനെ കർത്താവ് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുടുംബത്തിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
കടന്നു വന്നിരിക്കുന്ന ദാസന്മാരിൽ കൂടെ കർത്താവ് നല്ല പ്രവൃത്തി കേൾക്കുവാനും കർത്താവേ നല്ല വിടുതലുകൾ പ്രാപിക്കുവാനും കർത്താവ് നിങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം വന്ന പോലെയല്ല കർത്താവ് തിരിച്ചു പോകുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് ആ നല്ല പ്രത്യാശയോടുകൂടി കർത്താവ് കടന്നു പോകാൻ ദൈവം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവെ, കടന്നു വരാൻ ആർക്കെങ്കിലും സാധിക്കായിരുന്നുണ്ടല്ലോ അവരായിരിക്കും സ്ഥലത്തൊക്കെയും കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബലപ്പെടുത്തി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, എക്സാംസ് ഒക്കെ നന്നായി എഴുതുവാൻ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവേ. കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ നല്ല പരിശുദ്ധാത്മാവിൽ നിറയുവാൻ കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ കർത്താവെ ഈ നാടിനെ കർത്താവെ ഹല്ലേലൂയ ഒരു മാതൃകയാകുവാൻ കർത്താവെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന സമയത്ത് മുഴുവനും കർത്താവെ നല്ല പാട്ടുകൾ പാടുവാനും കർത്താവെ നല്ല വചനങ്ങളാൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ കർത്താവ് ഒരിക്കൽ കൂടെ കർത്താവെ സഭയുടെ ആരാധനയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് നല്ല യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് 81-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 81-ാം സങ്കീർത്തനം അതിൻ്റെ അവസാനത്തെ വാക്യം ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. Psalms 81. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവീൻ. ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ ഞാൻ നിനക്ക് ഉത്തരമരളി. മെരിബാ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലെ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവർ വയറുകളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ ഭയക്കുന്നവർ അവനെ കീഴടക്കുമായിരുന്നു. എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയെന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 81-ാം സങ്കീർത്തനം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിൽ ആമേൻ ദൈവജനത്തിന് കർത്താവ് സ്തോത്രം കൊടുത്ത വിടുതലുകളെ ഓർമ്മിച്ചുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്ന വാക്യങ്ങളാണ്. ആമേ 8 മുതൽ 16 വരെ ദൈവം അവർക്ക് കൊടുപ്പാൻ നിശ്ചയിച്ചിരുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാതെ വണ്ണം അവർ പിന്മാറ്റക്കാരായി പോയി. ഒന്ന് വായിച്ചാട്ട് നമ്മുടെ ദൈവം 8 മുതൽ ഒന്ന് വായിച്ചാട്ട്. എൻ്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവം കൊടുത്ത ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിക്കാതെ അവർ നടന്നതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അവർ സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് നടക്കേണ്ടതിന് ദൈവം അവരെ ഹൃദയകാഠിന്യത്തിന്
ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ, സ്തോത്രം. ഈ ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുവാനോ ആരാധിപ്പാനോ നമുക്ക് കഴിയുകയില്ല. സ്തോത്രം. നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുന്നത് കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്ന വിടുതലുകളെ ഓർത്ത് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുവാനാണ്. ദൈവത്തോട് മത്സരിക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. മറുത്ത് മത്സരിച്ചാൽ എന്ത് സംഭവിക്കും? വാളിനിരയായി തീരും. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. ദൈവം ഒരുപാട് നന്മകൾ ദൈവജനത്തിൻ്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി ഹൃദയം കഠിനപ്പെട്ട് ആമേൻ, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ആരാധിക്കാതിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകണമെന്ന് വിചാരിച്ച നന്മകൾ പോലും നമുക്ക് നൽകി തരുവാതെ അതിനെ തടയുക ചെയ്യും. സ്തോത്രം. ഇസ്രായേൽ ജനം ഹല്ലേലൂയ ദൈവം പറഞ്ഞത് കേൾക്കാതെ ആമീൻ, ദൈവം പറയുകയാണ്, നിന്റെ വായി വിസ്താരത്തെ തുറക്കാം, ഞാനതിനെ നിറയ്ക്കും. ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മുടെ വായ വിസ്താരത്തിൽ തുറക്കണം. അവിടെ നാം ലജ്ജിച്ചു പോകരുത്. മറ്റേതെല്ലാം കാര്യങ്ങൾക്ക് നാം ലജ്ജിച്ചാലും ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നാം ലജ്ജിച്ചു പോകരുത്. ആ കാര്യത്തിൽ നാം ഒരു അമാന്തവും കാണിക്കരുത്. സ്തോത്രം. ദൈവാത്മാ പറയുകയാണ്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കാതെ വേണം അവർ ഹൃദയകാഠിന്യമുള്ളവരായി മറുത്ത് മത്സരിച്ച് നിന്നതുകൊണ്ട് ദൈവം അവരുടെ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് അവരുടെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറേണ്ടിരുന്ന ശത്രുക്കളെല്ലാം അവർക്ക് നേരെ പ്രബലരായി തീർന്നു. ആമേൻ, സ്തോത്രം. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ ശത്രു അവരുടെ നേരെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഒരു ശുഭകാലം പ്രാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ശോധനകളും അവരെ പിന്തുടർന്നുകൊണ്ട് ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചോണ്ട്. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ദേശത്തിലെ നന്മ കൊണ്ട് സമൃദ്ധി കൊണ്ട് ആമേൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. അത് ലഭിക്കാതെ വണ്ണം തടയപ്പെട്ടത് ആമേൻ നമ്മുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും എന്ത് വില കർത്താവിന് വേണ്ടി കൊടുക്കുവാനും ഹല്ലേലൂയ നാം ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും ഏൽപ്പിച്ചു കൊടുത്ത ജനം തപ്പും കിന്നരവും എടുത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായി. 81-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കുവീൻ, യാക്കോബിൻ ദൈവത്തിന് ആർപ്പിടുവീൻ. യാക്കോബിൻ ദൈവത്തിന് ആർപ്പിടുവീൻ. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ ദൈവത്തിന് ആർപ്പിടുവീൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവീൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ പ്രമാണവുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അമാവാസിയിലും ആമേൻ പൗർണമിയിലും എല്ലാ ഉത്സവ ദിവസങ്ങളിലും ആമേൻ തപ്പും കിന്നരവും എടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് ഇസ്രായേലിന് ഒരു ചട്ടവും പ്രമാണവുമായിരുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 1-ാം തീയതി ആമേൻ കാഹള പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ
കാഹളമൂതി സഭായോഗം വിളിച്ചു കൂട്ടുമായിരുന്നു. അതുപോലെ തന്നെ കൂടാര പെരുന്നാളിൻ്റെ സമയത്ത് അവർ കാഹളമൂതി സഭായോഗം വിളിക്കുമായിരുന്നു. സ്തോത്രം. സഭായോഗത്തിന് വരുന്ന ദൈവത്തിൻ്റെ ജനം, പുരോഹിതന്മാർ നീ കാഹളം നീട്ടി ഊതുമ്പോൾ ഹല്ലേലൂയ അവർ ദൈവത്തെ സ്തുതിക്കുവാനും സകലവും മറന്ന് ദൈവത്തെ ആരാധിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ ദൈവജനം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും കണ്ണുനീരോടുകൂടെ നിലവിളിയോടുകൂടെ ദൈവസന്നിധാനത്തിലേക്ക് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരയുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവരുടെ തോളിൽ നിന്ന് അവൻ മുഖം ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പൈശാചികനായവൻ ഏതെങ്കിലും അടിമനുഖം നിന്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അത് തകർന്നു മാറണം. ഹല്ലേലൂയ. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ആമേൻ. ഹല്ലേലൂയ. താഴ്ത്തു വായിച്ചാട്ടെ. അവന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു, അതുവരെ മണ്ണു ചുമ്മി. ആമേൻ. സ്തോത്രം. മിസ്രൈമിലെ കഠിനവേല ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് വലിയ വിടുതൽ കൊടുപ്പാൻ വേണം ഇടയായി. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ വിടുതലിന് അവരുടെ നായകനായി മോശയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ആമേൻ. അവരെ അന്നുവരെ കഠിനവേല ചെയ്യിപ്പിച്ച ഫറവോനി അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. സ്തോത്രം. ഇസ്രായേലില് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും കണ്ടു. ലോകം അന്നുവരെ കണ്ടിട്ടില്ലാതിരുന്ന വലിയ അത്ഭുതമാരറിയ അവരുടെ മുമ്പ് ചെങ്കടൽ വിവാഹിക്കപ്പെട്ടു. ആമേൻ. ആമേൻ. അനേക കിലോമീറ്ററുകൾ ആഴമുള്ള സമുദ്രത്തെ ജലം രണ്ടായി പിരിഞ്ഞു. ഹല്ലേലൂയ. അവർ ഉണങ്ങിയ നിലത്തെന്നു എന്നതുപോലെ ഹല്ലേലൂയ മിസ്രൈമിനെ കൊള്ളയിട്ടുകൊണ്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങളും ആമേൻ അവരുടെ വിലയേറിയ ആഭരണങ്ങളെല്ലാം ഹല്ലേലൂയ മനോഹരമായ പാത്രങ്ങൾ അവർക്കുണ്ടായിരുന്ന വിശേഷ വസ്തുക്കളെല്ലാം കൊണ്ട് അവിടെ നിന്ന് ഹല്ലേലൂയ അവർ പുറപ്പെടുവാനിടയായി. അവർ ഹല്ലേലൂയ ചെങ്കടലിനെ അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ മിരിയാം തപ്പെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, നീ വിടുതൽ ലഭിക്കുമ്പോൾ തപ്പെടുത്ത് കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ശത്രുവിനെ ചെങ്കടലിൽ തന്നെ ആമേൻ ആരും മുക്കിക്കൊല്ലുവാൻ മതിയായവനായ ഒരു ദൈവം നിനക്കുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം നീ തപ്പെടുത്ത് കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമോ? നിന്റെ പ്രശ്നങ്ങളൊന്നും ദൈവത്തിൻ്റെ പ്രശ്നമല്ല, നിന്റെ വിഷയങ്ങളൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് രാത്രികാലം നിന്റെ വായെ വിസ്താരത്തിൽ തുറന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിന്റെ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രികാലം തന്നെ കർത്താവ് വിടുതൽ നൽകും. അതെന്ത് തന്നെ ആയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി ദൈവത്തിന്റെ സഭയോട് ഇടപെടുകയാണ്. നീ വിസ്താരത്തിൽ നിന്റെ വായെ തുറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറായ അവന്റെ വിടുതൽ കണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സാക്ഷ്യം പറയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടു, അവൻ എൻ്റെ കൽപ്പന അനുസരിച്ചു. ഞാൻ പറഞ്ഞത് അവർ കേട്ടു, എന്നെ സ്തുതിക്കുവാൻ തയ്യാറായെന്ന്. ആമേൻ. നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ മുന്നോട്ട് സമയമെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിൽ നമ്മുടെ മധ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. തുടർന്ന് അല്പസമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് ആദ്യം വാക്യം പറഞ്ഞതിന് ശേഷം ആമേൻ സഹോദരി സഹോദരന്മാർക്ക് സാക്ഷ്യം പറയുവാനുള്ള സമയമുണ്ട്. വന്നിട്ട് Desire to honor you, Lord, with all my heart I worship you.
All I have within me, I give you praise. All that I adore is in you. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. Praise the Lord. വിട്. Humble yourselves under the God mighty hand, that he may lift you up in due time. Amen. 1 Peter 5 verse 6. Please pray for me and my family. Praise the Lord. അപ്പുറത്തോട്ട് പോണേ. I am the way, the truth, and the life. No one comes to the Father except through me. John 14 verse 6. Jesus, give me one more year on last Monday. Thank you for your all wishes. Please pray for me and my family. May God bless you all. Praise the Lord. പ്രിയ പൈതൃകർക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കുഞ്ഞിൻ്റെ ആമേൻ ആയുസ് കർത്താവ് ഒരു വർഷം കൂടെ ദാനമായി കൊടുത്തല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി അഭിഷക്തയായി സ്വർഗീയ ജ്ഞാനം ബുദ്ധിയും ആരോഗ്യവും ആമേ സൗന്ദര്യമുള്ള കുഞ്ഞായി വളർന്നു വരുവാൻ കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. Praise the Lord. Blessed are the poor in spirit. They are blessed are the poor in spirit, for they are kingdom of heaven. Please pray for me and my parents. Praise the Lord. Praise the Lord. And from the throne came a voice saying, Praise our God, all you his servants, you who fear him, small and great. Revelations 19 verse 5. Please pray for me and my family. Praise the Lord. Praise the Lord. Commit thy way unto the Lord. Trust in him also, and he shall bring it to pass. Psalms 37 verses 5. Please pray for me and my family. Praise the Lord. Praise the Lord. I will lift up my eyes unto the hills, whence come my help. My help come the Lord which made heaven and earth. Psalms 121 verse 1 and 2. Please pray for me and my family. Praise the Lord. Praise the Lord. Praise the Lord. Revelation 19 verse 5. And a voice came out of the throne saying, Praise our God, all you his servants, you who fear him, small and great. Amen. Praise Lord. Mark 16 verse 17 and 18. And these signs will accompany those who believe. In my name they will drive out demons, they will speak in new tongues, they will pick up snakes with their own hands, and when they drink deadly poison it will not harm them at all. They will place their hands on sick people and they will get well. Amen. Praise the Lord. Praise Lord. Philippians 4 verse 4. Rejoice in the Lord always. And again I will say rejoice. Amen. Praise the Lord. Keep my commandments and live. Keep my teaching as the apple of your eye. Proverbs 7 verse 2. Please pray for me and my family. Praise the Lord. The Lord has done great things for us. We are glad. Psalms 121. No, 26 verses 3. Please pray for me and my family. Praise the Lord. Praise the Lord. You shall set your mind with
Let your mind think about not on things on earth. Matthew, Colossians 3 verses 2. Please pray for my family. Praise the Lord. Lord our Lord, have majesty is your name in all earth. Psalms 8 verse 1. Please pray for me and my family. Praise the Lord. Amen. Praise the Lord, all your gentles loved him, for his mercy and kindness great is towards us, and his truth will endure forever. Praise the Lord. Psalms 117 verse 1 and 2. Praise the Lord. Whoever faithful is very little is also faithful in much. Luke 16 verse 10. Praise the Lord. Praise the Lord. Mark 2 verse 17. Those who are well have no need of a physician, but those who are sick. I came not to call the righteous but sinners. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദുഷ്ടലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരുവാൻ തക്കവണ്ണം ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ കാവലും പരിപാലനവും അവരുടെ മേലുണ്ടാകേണ്ടതിനായിട്ട് എല്ലാവരും കാര്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല മനോഹരമായ ഭാഗ്യപദവികൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൽ അനുഗ്രഹത്തിനും ശ്രേഷ്ഠനുമായ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തൻ, ബഹുമാനരായ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, ഈ രാത്രിയിൽ ഇവിടെയായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷക്തൻ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്, ജോൺസൺ ജോർജ് എന്നാണ്. എൻ്റെ സ്വദേശം കൊട്ടാരക്കരയിലാണ്. ഞാനൊരു ക്രിസ്ത്യ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ചെറുപ്പം മുതൽ ദൈവഭയത്തിലും വിശ്വാസത്തിലും ജീവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെ യാത്ര ചെയ്യാതെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ അങ്ങനെ വളർത്തുവാനിടയായി. ചെറുപ്പം മുതൽ ദൈവസഭയുമായിട്ട് ചേർന്ന് വളരുവാനുള്ള അവസരം എനിക്ക് ദൈവം നൽകി. കാരണം എൻ്റെ ഭവനത്തിൻ്റെ അരികിലായിരുന്നു ചർച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഹൈസ്കൂളിൽ പഠിക്കുവാനും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ഇന്നേക്ക് 23 വർഷമായി കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവർ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ കടന്നു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ഈ രാജ്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ 2 വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ കടഭാരമുണ്ടായിരുന്നു. 2, ഞാനിപ്പോൾ നിൽക്കുന്ന ചർച്ചിൽ ഞാൻ IPCയിലെ ശുശ്രൂഷകനാണ്. അവിടെ റെൻറ്റിനാണ് ഞാൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി സ്ഥലവും അതിൻ്റെ ഒരു ചർച്ചും വേണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഒരു സ്ഥലം വാങ്ങുവാൻ വേണ്ടി ഒരു ക്രമീകരണത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ കടഭാരമുണ്ടെങ്കിലും ഞാൻ മുൻകൂട്ടി ദൈവസഭയ്ക്ക് ഒരു സ്ഥലം ആവശ്യമാണ്, അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാം സാഹചര്യങ്ങളും എല്ലാം എനിക്കറിയാം. വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പക്ഷേ പ്രതിസന്ധികളെല്ലാം മറികടക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തതയുള്ളവരായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 39-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നീ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരമായ ആർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കും
നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായി ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനിൽ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസ്ഥനിൽ അടയട്ടെ. ഇന്ന് രാത്രിയിൽ നാം ഒരു മനുഷ്യൻ്റെ അരികിലല്ല വന്നിരിക്കുന്നത്, തേജോമയനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നമ്മെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ പേരറിയാവുന്ന, നമ്മുടെ അഡ്രസ്സ് അറിയാവുന്ന, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അറിയാവുന്ന തേജോമയനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചേ. എല്ലാ ആത്മീയ കണ്ണുകളും തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തുന്ന വലിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈഡരമനവ ശതരഗമനയദനയ ലഗനഗ തുരിരിഗമനയ പ്രൗഢരമനവ സിയാം തുരിരിഗമനയദനയ. ഒരറ്റം മുതൽ മററ്റം വരെ ചലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മൾ മറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു മാനുഷിക ശബ്ദം കേൾക്കുവാൻ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കരുത്. ദൈവ ശബ്ദം കേൾക്കുവാൻ ദൈവം എന്നോട് സംസാരിക്കണം. ദൈവം എന്നോട് ഇടപെടണം. എൻ്റെ ഹൃദയത്തോട് ഹല്ലേലൂയ എന്നോട് സംസാരിക്കണമെന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിന്മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സമർപ്പണത്തോടെ നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ ആലോചന എനിക്ക് ആവശ്യമാണ്. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കണമേ. ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, തിരുവചനത്തിൻ്റെ വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കണമേ. ആഴമേറിയ ദൈവീയ സന്ദേശം ഇതിനകത്തൂടെ ദൈവാത്മാവ് ഞങ്ങൾക്ക് കൈമാറണമേ. കർത്താവേ, ഇതിൻ്റെ ജനത്തെ അവിടുന്ന് ആദരിക്കണമേ. ദൈവീയ സൗഖ്യമായി അത് വെളിപ്പെടണമേ. ദൈവീയ അനുഗ്രഹമായി അത് വെളിപ്പെടണമേ. കർത്താവേ, ഇന്ന് രാത്രി മാനുഷിക ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കപ്പെടുകയാണ്. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കും. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്? ഇന്ന് രാത്രിയും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലല്ല നാം ആയിരിക്കുന്നത്. വിശ്വസ്തയോടെ വാക്കുകളെ നിറവേറ്റുന്ന തേജസ്സേറിയ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വാഞ്ചയോടെ, വളരെ പ്രതീക്ഷയോടെ, വളരെ ദാഹത്തോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാം. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരികുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 39-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വൈദ്യനായ ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതി വളരെ ഈടുറ്റ ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങളെ ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ താൻ വരച്ചു കാണിക്കുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് കൂടുതലായി ഇതിനകത്ത് വർണ്ണിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. 2 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് ഏറ്റവും കൂടുതലായി എടുത്ത് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഒന്ന്, പത്രോസിനെ കുറിച്ച് നന്നായി ഇതിനകത്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്. 2, പൗലോസിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ മാനസാന്തരം, പൗലോസിന്റെ ശുശ്രൂഷ, പൗലോസിന്റെ അസാധാരണമായ ദൈവപ്രവർത്തികളെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഹല്ലേലൂയ. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഹല്ലേലൂയ പൗലോസിനെ ദൈവം കാണുവാനിടയായി തീർന്നു. ഒരിക്കൽ ഒരു കത്തുമായി ഇറങ്ങിത്തിരിച്ച് ദൈവജനത്തെ മുച്ചൂടും തകർത്തു കളയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം പിടിച്ചിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി തന്നെ വേർതിരിക്കുവാനിടയായി. ഇന്ന് രാത്രി ചിലതിനെ ഇതിനകത്തുനിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിച്ച് ദൈവത്തിൻ്റെ ദൗത്യം വരമേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ കഴിയുന്നു പത്രോസ് ഹല്ലേലൂയ തൻ്റെ അസാധാരണമായ ശുശ്രൂഷയിലേക്ക് താൻ സ്റ്റെപ്പുകൾ വെക്കുവാനിടയായി തീർന്നു. 1-ാം അധ്യായം നമുക്കറിയാം, 2-ാം അധ്യായം അറിയാം. പ്രൈസലോ. പത്രോസിന്റെ ശുശ്രൂഷയുടെ അസാധാരണമായ ലെവൽ മാറുന്ന സാഹചര്യമാണ്. പ്രൈസലോ. പത്രോസ് ഹല്ലേലൂയ ശിഷ്യന്മാർ ചിതറിപ്പോയി. യേശു പിടിക്കപ്പെട്ടപ്പോൾ തന്നെ അനുഗമിച്ച, തന്നോട് കൂടെ നിന്ന, അത്ഭുതം കണ്ട, അടയാളം കണ്ട, വീര്യപ്രവർത്തികൾ കണ്ട, അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നത് കണ്ട, രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ട, മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ട് ഈ ശിഷ്യന്മാർ യേശു പിടിക്കപ്പെട്ടപ്പോൾ ചിതറിപ്പോകുവാനിടയായി തീർന്നു. ഭയപ്പെട്ടുപോയി. പീഡയുടെ ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. പ്രീസലോ. എന്നാൽ മർക്കോസിന്റെ മാളിക റൂമിലേക്ക് വരുമ്പോൾ അവരുടെ സ്ഥിതി മാറുകയാണ്, അവരുടെ സാഹചര്യം മാറുകയാണ്. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇതേ 2-ാം അധ്യായം പഠിക്കുമ്പോൾ 39-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു ഹല്ലേലൂയ വാഗ്ദത്തത്തിനായി വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. 1, വാഗ്ദത്തം നമുക്കുള്ളതാണ്. 2, വാഗ്ദത്തം നമ്മുടെ മക്കൾക്കുള്ളതാണ്. 3, ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാ. അപ്പോൾ ഈ വാഗ്ദത്തത്തെ കുറിച്ച് പത്രോസ് ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നന്നായി പ്രസംഗിക്കുവാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ തുടങ്ങിയപ്പോൾ അനേകരിലേക്ക് ഈ വാഗ്ദത്ത സന്ദേശങ്ങളെ പത്രോസ് കൈമാറുവാനിടയായി തീർന്നു. നിങ്ങൾ നോക്കിയേ, എന്താണ് വാഗ്ദത്തം? നമുക്ക് കാർ ലഭിക്കുന്നതാണോ? വീട് കിട്ടുന്നതാണോ? നല്ല ജോലി ലഭിക്കുന്നതാണോ? പ്രൈസ് വാഗ്ദത്തം. പ്രൈസലോ. അതൊരു ഭാഗമാണ്. എന്നാൽ വാഗ്ദത്തം, ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തം, ദൈവം ആഗ്രഹിക്കുന്ന റൂട്ട്, ഹല്ലേലൂയ, 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കണം. അങ്ങനെ അവൻ
അവരുമായി കൂടിയിരിക്കുമ്പോൾ ആ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്താ വാഗ്ദത്തം? ദൈവത്തിന് യേശുവിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. അതിനായി നിങ്ങൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആര് കാത്തിരിക്കുവാൻ തയ്യാറാകുന്നു അവരെ നിറയ്ക്കുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആരൊക്കെ കാത്തിരുന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തേജോമയനായ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരിക്കൽ സീനായിലേക്ക് മോശ എന്ന് പറയുന്ന ഭക്തനെ ദൈവം വിളിച്ചു കയറ്റുവാനിടയായി തീർന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ സീനായിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പർവ്വതമായ സീനായിലേക്ക് നീ കയറി വരണം. പ്രൈസ് ദി ലോർഡ്. മോശ അവിടേക്ക് കയറി ചെന്നപ്പോൾ 40 ദിവസം മോശ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മേഘം കൊണ്ട് സീനായി മലയെ ദൈവം പൊതിയുവാനിടയായി തീർന്നു. തേജസ് കൊണ്ട് ദൈവം നിറച്ചു. തേജസ്സിന്റെ നടുവിൽ മോശ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. മഹാദൈവം, സർവശക്തിയുള്ള, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, അത്ഭുതങ്ങളെ ചെയ്യുന്ന, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച മഹാദൈവം സീനായിലേക്ക് ഇറങ്ങി വന്നു. സീനായി ഇറങ്ങിയപ്പോൾ സീനായി കുലുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ പ്രതിസന്ധികളെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സീനായിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടേക്ക് ഇറങ്ങിയപ്പോൾ ദൈവം മോശയോട് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ ദൈവം ഇറങ്ങിയ ചിലത് നടക്കും അല്ലേ? ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ചിലത് വിടുതൽ നടക്കും. ദൈവം നമ്മുടെ ഭവനത്തിൽ വെളിപ്പെട്ടാൽ, ആ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഭവനത്തിന്റെ അന്തരീക്ഷം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയുടെ അരികിലേക്ക് ദൈവം സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ഒരു ദൗത്യം മോശയെ പരമേൽപ്പിക്കുവാനിടയായി തീർന്നു. എന്താ ദൗത്യം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെത്തിയുണ്ടാക്കിയ കൽപ്പലകയിൽ കൽപ്പനകൾ കൊടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മോശയെ ദൈവം വേർതിരിക്കുകയാണ്. ദൈവം മോശയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, അസാധാരണമായ വിടുതലുകൾ ജീവിതത്തിനകത്ത് നടക്കും. ഹല്ലേലൂയ. നിന്റെ മാരക രോഗമുണ്ടല്ലോ, കർത്താവ് അത് എടുത്തു മാറ്റുവാനിടയായി തീരും. എത്ര ബ്ലഡ് പ്രഷർ ആയിരുന്നാലും, ഹല്ലേലൂയ, എത്ര ഷുഗർ ആയിരുന്നാലും, ഡയബറ്റീസ് ആയിരുന്നാലും, ഇന്ന് രാത്രി ദൈവത്തിന് ക്യാൻസൽ ചെയ്യുവാൻ കഴിയും. അവൻ സർവശക്തിയുള്ള, സർവവ്യാപിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ ദൈവസഭയോട്. ചില സെൽഫ് പ്രയറുകൾ ദൈവം നൽകും. ഹല്ലേലൂയ. ചിലയിടത്തും കൂടെ ചില കൂട്ടങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരും. അങ്ങനെ ആ കൂട്ടങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ചർച്ചിനെ ദൈവം വഴിതിരിച്ചു വിടാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഇതിനകത്ത് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേക അഭിഷേകത്തോടെ, പ്രത്യേക ദൈവകൃപയോടെ ദൈവാത്മാവ് ഇതിനകത്തുള്ള ചിലതിനെ ദൈവാത്മാവ് ഉപയോഗിക്കുവാൻ പോകുകയാണ്. അവർ ദൈവിക വെളിപ്പാടുകളെ കാണും. അവർ ദൈവിക പ്രവചനങ്ങളെ പ്രവചിക്കുന്നവരായി ഇതിനകത്തുനിന്ന് ചിലത് എഴുന്നേൽക്കുവാനിടയായി തീരും. വിശ്വസിക്ക്. ഹല്ലേലൂയ. അത് എന്നിലൂടെ നടക്കണമേ. ഹല്ലേലൂയ. അത് എൻ്റെ ഭവനത്തിൽ നിന്ന് വെളിപ്പെട്ടു വരണമേ എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ സ്വർഗം അത് പ്രവർത്തിക്കുവാനും തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ കാണുവാൻ കഴിയുന്നു, മർക്കോസിന്റെ മാളിക റൂമിൽ ഇവർ ഒരുമിച്ച് കയറി. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി, ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിനായി കാത്തിരുന്നപ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തിയെ മറച്ചു വെച്ചില്ല. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റു.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകുവാനിടയായിത്തീരും. ഏതാ കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് നൽകുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കാര്യസ്ഥനെ പ്രാപിച്ച്, ആ ദൈവ സാന്നിധ്യം പ്രാപിച്ച് നാം നിൽക്കുന്നു എങ്കിൽ ഇന്ന് രാത്രിയിലും ഒരു വലിയ വിടുതൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ദൈവം അയക്കാതിരിക്കുന്നവനല്ല. ഹല്ലേലൂയ. നമ്മെ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റുമെന്ന് പറഞ്ഞാൽ ആ ദൈവം മറന്നു പോകത്തില്ല. ആ സാഹചര്യത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാനിടയായി തീരും. നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കൽ ഞാൻ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇരിക്കുമ്പോൾ ഒരു ദൈവാസൻ എന്നോട് പറഞ്ഞു, ഞാനെന്നായി IT പഠിച്ചതിന് ശേഷം എയർ കണ്ടീഷൻ മെക്കാനിക്കലായിട്ട് ജോലി ചെയ്യുന്നു. ഫ്രീസറും എൻ്റെ ഭവനത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് ആ സമയത്ത് എൻ്റെ ചെറുപ്പം മുതൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് എൻ്റെ വിളി. ആ ദൈവദാസൻ ഇരിക്കുന്ന റൂമിലേക്ക് ഞാൻ കയറി ചെന്നു. ഞാൻ കയറി ചെന്ന് പ്രാർത്ഥിക്കാനല്ല, ഞാൻ മുടിയൊന്ന് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ കർത്താവിൻ്റെ ടെക്നീഷ്യനാണ് ആവണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഈ ജോലിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ വിവിധ പട്ടണങ്ങളിലേക്ക് അയക്കും, വിവിധ സ്ഥലങ്ങളിൽ നിർത്തും. അന്ന് ഞാൻ പാസ്റ്ററല്ല, അന്ന് ഞാൻ വിശ്വാസിയായി ഇരിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇതെല്ലാം പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ പാസ്റ്റർമാർക്ക് കാണുന്ന ദൈവദാസന്മാരോടെല്ലാം ഇങ്ങനെയുള്ള ദൂതയുള്ളൂ. കാരണം കുഞ്ഞുനാൾ മുതൽ ഈ ദൂത കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഞാൻ അതിനെ ഉൾക്കൊണ്ടിട്ട് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ പാസ്റ്ററായ ഈ പാസ്റ്റർമാരെ സാഹചര്യം എല്ലാം ഞാൻ കണ്ടു വളർന്നതാണ്. എൻ്റെ ചെറുപ്പം മുതൽ അവരുടെ കഷ്ടപ്പാടും അവരുടെ പ്രതിസന്ധിയും അവരായിരിക്കുന്ന എല്ലാ സാഹചര്യം കണ്ടു വളർന്നതുകൊണ്ട് ഇതിനോട് പോകാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നോട് സംസാരിക്കണം. നീ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വേല ഞാൻ ചെയ്യാം, അല്ല എനിക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ദൈവം എന്നോട് സംസാരിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഞാൻ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തോട് തീരുമാനം എടുത്താൽ, നമ്മളൊരു തീരുമാനം എടുത്ത് കയറി കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുമെന്നേ. ഞാനൊരു തീരുമാനം എടുത്തു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. നീ എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. ഒരു ദിവസം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നോടൊന്നും സംസാരിച്ചില്ല. ഞാൻ നിരാശപ്പെട്ടു. ദൈവമേ, നീ ഒരു സ്വപ്നം പോലും എന്നെ കാണിച്ചില്ലല്ലേ. രണ്ടാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ നിരാശപ്പെട്ടു. കാരണം നിങ്ങൾ ചിന്തിക്ക് ഉറങ്ങുന്നില്ലെന്ന്. പിറ്റേ ദിവസം ഉറങ്ങും, നമുക്ക് ജോലിയൊന്നുമില്ലല്ലോ. മൂന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ച് ഏകദേശം 1 മണി കഴിഞ്ഞു തോന്നുന്നു, 12-1 മണിക്കകമാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ കട്ടിലിൻ്റെ അരിയിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഊതി പ്രാർത്ഥിക്കുക. ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ വന്നു. ആ സ്ക്രീനിൽ എന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ദൈവം കാണിച്ചു. എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് കാണിച്ചത്. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു,
ഒരാൾ എന്നോട് സംസാരിക്കുകയാണ് ഇത് ചൂണ്ടിക്കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ വേർതിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു വലിയ ധൈര്യം ഉണ്ടായി. എൻ്റെ ആ മാനസിക സംഘർഷം മാറിപ്പോയി. എൻ്റെ ഉള്ളിലെ ധൈര്യം എനിക്കുണ്ടായപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി അങ്ങയുടെ വേല എനിക്ക് ചെയ്യണം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി. BTH കഴിഞ്ഞു, MDiv കഴിഞ്ഞു. ഇപ്പം ഞാൻ MDH ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാവിന് പെട്ടെന്ന് വീണ് കൈ ഒടിഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇതെല്ലാം അടുത്തടുത്ത് സമയങ്ങളിലാണ്. എൻ്റെ പിതാവ് ആരോഗ്യത്തോടെ ഇരുന്നതാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദാഹമുള്ള ഒരു ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവരുടെ പിതാക്കന്മാർ TPമാരായിരുന്നു. എൻ്റെ പിതാവ് പെട്ടെന്ന് ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥനാ കൂട്ടത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വേറെടുത്ത് ഒരു മീറ്റിങ്ങിന് പോയതാണ്. എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ചെന്ന് ഡോക്ടറോട് സംസാരിക്കാൻ പറഞ്ഞു, കുഴപ്പമില്ല, ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ്. അടുത്ത ദിവസം ഇതേപോലെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ പിതാവിന് ഇതേപോലെ അസ്വസ്ഥത വന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ നേരെ RCCയിലേക്ക് വിട്ടു. ജീവിതത്തിൻ്റെ താളം തെറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ പോയി. എന്നെ സഹായിപ്പാൻ ആരുമില്ല. എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ പിതാവിൻ്റെ ബ്ലഡുമായി ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ ലാബിലേക്ക് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, മതി കർത്താവേ, സഹിക്കാൻ വയ്യ. അപ്പോഴ് എൻ്റെ ഉള്ളിലേക്കൊരു വാക്യം വന്നു വീണു. ആ വാക്യം ഇതാണ്, ഞാനോ കുറയണം, അങ്ങനെ വളരണം. ആ വചനം എൻ്റെ ഉള്ളിൽ വന്ന് വീണതും എനിക്കൊരു ധൈര്യമുണ്ടായി. ഞാൻ പറഞ്ഞില്ല, കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. ചില നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ ലോകത്തോട് വിട പറഞ്ഞു എൻ്റെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നത്തേതിൽ ഒരു ഉപവാസ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു തട്ടാൻ്റെ കരത്തിൽ പൊന്നിരിക്കുന്നു. ആ പൊന്ന് തീക്കകത്ത് കിടക്കുകയാണ്. അത് ഹല്ലേലൂയ, അത് കുറേയും കൂടെ തിളക്കമുള്ളതായി മാറുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാ പറയുകയാണ്, ഇതേപോലെ നിന്നെ ഞാൻ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എനിക്കൊന്ന് പറയുവാൻ കഴിയും, എൻ്റെ ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഹാലം തള്ളിക്കളയുന്ന ദൈവമല്ല. ഹാലം നിന്നെ മാറോട് ചേർത്തെടുത്ത് കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ച് നിന്നെ മാനപാത്രമാക്കി മാറ്റുന്ന ഒരു സ്വർഗീയ ദൈവമുണ്ട്. ഇന്ന് രാത്രി തള്ളിക്കളയുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ആ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോകുക. ജീവിതത്തിന്റെ മേഖലയിൽ ആരെങ്കിലും തള്ളപ്പെടുന്നുണ്ടോ? നിന്റെ ഔദ്യോഗിക മേഖലകളിൽ ഹല്ലേലൂയ, ആരും എന്നെ സഹായിപ്പാനില്ല, എനിക്ക് വേണ്ടി പേപ്പേഴ്സ് നീക്കാൻ ആരുമില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ സ്വർഗം പറയുന്നു, മകനെ മകളെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. തേജോമയനായ ദൈവം പറയുകയാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആ ശക്തിയുള്ള കരമുണ്ട്, ആ വീര്യം പ്രവർത്തിക്കുന്ന ഭുജമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. നെഹമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാ പറയൂ, അവൻ ഞങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരൂശലേമിന്റെ മതിൽ ഇടിയപ്പെടട്ടെ, തകർന്നു പോകട്ടെ, പക്ഷേ ഹല്ലേലൂയ, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുവാൻ തുടങ്ങുമ്പോൾ സകല പ്രതികൂലങ്ങളും വഴിമാറും.
ഇന്ന് രാത്രി വഴി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. യേശു എന്ന രക്ഷകനെ മാറോട് ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. അവൻ്റെ തൃപ്പാദപീഠത്തിൽ നീ ഇരിക്കണം. അവനോട് ചോദിക്കണം, കർത്താവേ ഹല്ലേലൂയ, ഇതിലൂടെ നടക്കുവാനുള്ള കരുത്ത് ദൈവം എനിക്ക് നൽകണമേ. ഇന്ന് രാത്രി ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ജീവിതത്തിൻ്റെ മേഖലയിൽ ചില വലിയ വിടുതൽ നടക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, ചില വലിയ വിടുതലുകൾ ജീവിതത്തിനകത്ത് ദൈവാത്മാ ചെയ്യാൻ പോകുകയാണ്. ശൂന്യമായിരിക്കുന്ന അനുഭവങ്ങളിൽ, മേത്തരമായ അനുഭവങ്ങളിലേക്ക് ആത്മാവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഒരു കാഴ്ച ആത്മാവ് കാണിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് വലിയ വിടുതൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുക, അവരൊരുമിച്ച് കൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. നോക്കി, യേശുവിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം അവർ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു, ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ ഓരോരുത്തരുടെ മേൽ പതിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ മേലും അത് പതിയപ്പെട്ടു. പതിയപ്പെടുമ്പോഴാണ് നിന്റെ തലം മാറുന്നത്. ഹല്ലേലൂയ. തൊട്ടിട്ട് പോകുന്നതല്ല പരിശുദ്ധാത്മാവ്, അത് പതിഞ്ഞാൽ ഹല്ലേലൂയ ഭീരുത്വത്തിന്റെ ആത്മാവ് വിട്ടുമാറും. നിങ്ങൾ നോക്കിയേ, യേശുവിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി അവർ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക റൂമിൽ 120 പേർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി, ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങി, ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം മർക്കോസിന്റെ മാളിക റൂമിനെ നിറയ്ക്കുവാനിടയായി തീർന്നു പോയില്ല. ഹല്ലേലൂയ. അവരുടെ മേൽ ഓരോരുത്തരുടെ മേൽ പതിയപ്പെട്ടപ്പോൾ അതുവരെ അവരെ ഭരിച്ച ഭീരുത്വത്തിന്റെ ആത്മാവ് അവരെ വിട്ടുമാറി. ഇന്ന് രാത്രി ഭയത്തിന്റെ ആത്മാവിനോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിൽ നിന്ന് വിട്ടുമാറുവാൻ. ഹല്ലേലൂയ. മരണഭയത്തെ കൊണ്ടിട്ട് വേദനപ്പെടുത്തുന്ന പൈശാചിക നുകത്തോട് ഇന്ന് രാത്രി കൽപ്പിക്കുക, ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഭയപ്പെടുത്തുന്ന ഭീരുത്വത്തിലേക്ക് തള്ളിവിടുന്ന അന്ധകാര മണ്ഡലങ്ങൾ, അതിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുവാൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ അതേ ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. നോക്കിയേ, ഹല്ലേലൂയ. അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ അസാധാരണമായ ദൈവമഹത്വം അവരുടെ മേൽ പകരപ്പെടുവാനിടയായി. പത്രോസ് എഴുന്നേറ്റു, ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ആയിരങ്ങളോട് ദൈവവചനത്തെ ശുശ്രൂഷിച്ചു. വേഗം പോകട്ടെ. ഹല്ലേലൂയ. ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവീയ വാഗ്ദത്തത്തെയാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഷെയർ ചെയ്തത്. രണ്ടാമതായി, മനുഷ്യരോടുള്ള ദൈവിക നീതിയും ദൈവിക വാഗ്ദത്തവുമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചു. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
റോമലേഖനം 4 അധ്യായം 19-20 വാക്യങ്ങളൊന്ന് വായിച്ചേ. റോമലേഖനം 4:19-20. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ വിശ്വാസത്താൽ സംശയിക്കാതെ, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. നോക്കിയ മെഡിക്കൽ സയൻസ് പഠിച്ച അനേകർ ഇതിനകത്തുണ്ട്, മെഡിക്കൽ പഠിച്ചവർ. ഹല്ലേലൂയ. 100 വയസ്സ് വാർദ്ധക്യമുള്ള ഹല്ലേലൂയ അബ്രഹാം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സാറ, അവർക്ക് തലമുറ ജനിക്കുമെന്ന് കണക്ക് കൂട്ടുവാൻ കഴിയത്തില്ല. സാഹചര്യങ്ങൾ മുഴുവൻ എതിരാണ്, സാഹചര്യങ്ങൾ മുഴുവൻ എതിരാണ്. ഇനി ഒരിക്കലും ഒരു വിടുതൽ ജീവിതത്തിനകത്തുണ്ടാകത്തില്ലെന്ന് വിധി എഴുതിയിരിക്കുന്ന ആരോ എന്നെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് കൈമാറാം. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കരുത്തുള്ളവനെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ തലേ കരം വെച്ച് ഹല്ലേലൂയ പറയണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരിലേക്ക് ആ ദൈവിക സന്ദേശം കൈമാറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമല്ല. ജീവിതത്തിൽ, ജോലി മേഖലകളിൽ എല്ലാ സാഹചര്യങ്ങളും അടയപ്പെട്ടു. ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് ജനം വിധി എഴുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ വിധി എഴുതി. സാഹചര്യം മുഴുവൻ അടയപ്പെട്ടു. ചെങ്കടൽ അടയപ്പെട്ട് നിൽക്കുകയാണ്. ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് ഇസ്രായേൽ ജനം വിധി എഴുതുമ്പോൾ ആ സാഹചര്യങ്ങളെ ദൈവം മാറ്റുകയാ. ഹല്ലേലൂയ. അബ്രഹാമിനോടും സാറയോടും ചോദിച്ചാൽ അവർ പറയും, സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമല്ല, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ഞങ്ങളെ നിർമ്മിച്ച, ഞങ്ങളെ സൃഷ്ടിച്ച തേജോമയനായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി അവർ വിശ്വസിച്ചപ്പോൾ അവർ നിർജീവ അവസ്ഥകൾ മാറിപ്പോയി. ഇന്ന് രാത്രി നിർജീവമായതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. 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 സംഖ്യാപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാൽ അവിടെ കാണുവാൻ കഴിയും ഉണങ്ങിയ വടി. ഹല്ലേലൂയ. തളർക്കത്തില്ലെന്ന് പറഞ്ഞു. ഇനിയൊരു തളർപ്പുണ്ടാകത്തില്ലെന്ന് വിധി എഴുതി. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്. മോശ സമാഗമന കൂടാരത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, സമാഗമന കൂടാരത്തിന്റെ അരികിൽ ഹല്ലേലൂയ മോശ 12 വടികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ 11 വടിയും പറഞ്ഞു ഒരിക്കലും തളർപ്പില്ല. എന്നാൽ ഹല്ലേലൂയ മോശ അഹരോന്റെ പേരെഴുതിയ ലേവി ഗോത്രത്തിൽ അഹരോന്റെ പേരെഴുതിയ വടി ഹല്ലേലൂയ സമാഗമന കൂടാരത്തിലിരിക്കുന്നു. അത് തളർത്ത് പൂത്ത് ബദാംബലം കായിച്ചു. തളർക്കുകയില്ല എന്ന് ലോകം വിധി എഴുതി. ഹല്ലേലൂയ. ജനം വിധി എഴുതി. പക്ഷേ അതിനകത്ത് തളർപ്പിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലനെ തളർപ്പിക്കുവാൻ, ചിലനെ പൂക്കുവാൻ, ചിലനെ ഫലം കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂതായി അത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലർ തളർക്കാൻ പോകുകയാണ്. നിങ്ങൾ വചനത്തിലൂടെ ദൂതേറ്റെടുത്താൽ അത്ഭുതം സംഭവിക്കും. നിശ്ചയമാ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിന്നാണ് പറയുന്നത്. ഹാലിൽ നിങ്ങളുടെ തലയെ കരം വയ്ക്കുന്നതിനേക്കാൾ അധികം ദൈവവചനത്തിൻ്റെ ദൂത് കൈമാറുകയാണ്. ദൈവവചനത്തിനാണ് ശക്തിയുള്ളത്. ദൈവവചനം ഹല്ലേലൂയ ഇരുവാഴ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഹല്ലേലൂയ. അതിനെ നാം സ്വീകരിച്ചാൽ വിടുതൽ സംഭവിക്കുവാനിടയായിത്തീരും. ദൈവവചനത്തിന് കയറി ചെല്ലുവാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്ക്. ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും
നിവൃത്തീകരിച്ചു. Praise the Lord. ജനത്തോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിവൃത്തീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദിവസം അടച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. രോഗസൗഖ്യത്തിൻ്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധ വാഗ്ദത്തം നമുക്കുള്ളതാണ്, നമ്മുടെ മക്കൾക്കുള്ളതാണ്. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മൾ മറച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. ജോയിൻസിന് വേദനയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ജോയിൻസിന് വേദനയുള്ളവർ, ഹല്ലേലൂയ, ഇന്ന് രാത്രി സൗഖ്യം ഇതിനകത്ത് നടക്കാൻ പോകുക. വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ ദൈവിക സൗഖ്യം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുന്ന അനുഭവമുള്ള ആരോ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റബശകേനിയാം ധരാധരാനകൾ കമാന പ്രൗഢരമനഗസിയാം തുരിരിഗമനയദ. ആരോടും പറയുവാൻ കഴിയാത്തുള്ള അസഖ്യമായ വേദന ഉദരത്തിനകത്ത് ഉണ്ടാകുന്ന ആരോ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ പേപ്പറുകൾ, ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ബ്ലോക്കായി കിടക്കുന്ന പേപ്പറുകൾ എടുക്കാൻ പോകുകയാണ്. ദൈവാത്മാവിന് ഡേറ്റ് കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ 14 എന്ന് പറയുന്ന ഡേറ്റിൽ ആ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നിന്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗസൗഖ്യമായി ഇവരുടെ ശരീരങ്ങളിൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, എല്ലാ രോഗത്തെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ആ പേപ്പർ സംബന്ധമായ വിഷയങ്ങൾ ഭാരത്തോടിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കൃപയ്ക്കുള്ള ഞങ്ങളെ മറയ്ക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇത്രയും സമയം അനുവദിച്ചെന്ന ദൈവദാസനും സഭയ്ക്കുമുള്ള നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കും. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചനകളിൽ രാത്രി കാലം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഈ വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരുന്നവരുടെ മേല് അത് പകരപ്പെട്ടു എന്ന് രാത്രികാലം ആമേൻ ദൈവദാസൻ കൂടെ ഒന്നുകൂടെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും നിഷ്ഫലമായി പോകുകയില്ല. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ്. ഓ, ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയെ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അത് യഹോവയെ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, വിഷയങ്ങൾക്ക് വിടുതലില്ലാതെ നീ ഭാരപ്പെടുന്നുവോ? ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിടുതലിന് വേണ്ടി നീ കാത്തിരിക്കുന്നുവോ? നിശ്ചയമായും ഒരു വിടുതൽ നിന്നെ മാനിക്കുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് കേൾപ്പിക്കാം, പ്രാർത്ഥിക്കാം. നിന്റെ ശരീരം ഒരുപക്ഷെ നിർജ്ജീവമായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ഗ്രന്ഥികള്, നിന്റെ സന്ധിമജകള്, നിന്റെ ഓർഗൻസ് ആമേൻ ശരിയായി പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. എന്നാലും നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. മരിച്ചിരിക്കുന്നതിനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജീവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ ജീർണിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള യേശു നമ്മുടെ മധ്യയുള്ളതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദേവദാസൻ സുഖു പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് രാത്രി കാലം അടങ്ങി പോകാം.
ജീസസ്, സ്തോത്രം ജീസസ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുപാദപടത്തെങ്കിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും കർത്താവിരിക്ക കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശേഷാൽ കർത്താവെ, ഇന്ന് രാത്രിയിൽ കടന്നു വന്ന് മുഴങ്കാലുകൾ മടക്കിയ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വരും ദിവസങ്ങളിലും കർത്താവെ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ മേൽ കണ്ടനുഭവിച്ചറിയുവാൻ കർത്താവിടെ യാക്കുമാറാകണമേ എന്നപ്പാ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാക്ഷ്യവാചകങ്ങളെ പ്രസ്താവിച്ച എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മക്കളുടെ എല്ലാ വിഷയത്തിൽ മേലും വരും ദിവസങ്ങളിൽ ദൈവപ്രവർത്തി കണ്ട് അനുഭവിച്ചറിയുവാൻ സ്വർഗമടയാക്കുമാറാകണമേ. അപ്പാ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ വചനം സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ ഭക്തന്മാരെ ബലപ്പെടുത്താനായി സ്തോത്രം ചെയ്യുന്നു. കൗശന്റെ മറവിൽ നിർത്തിയല്ലോ. മാറ്റമില്ലാത്ത തിരുവചനം അറിയിക്കുവാൻ അധികാരത്താൽ, അഭിഷേകത്താൽ, ശക്തിയാൽ കർത്താവെ നിർത്തിയനായി കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യേശുവിൻ്റെ രക്തത്താൽ, വചനത്താൽ ഇന്ന് രാത്രി വേളയിൽ കർത്താവെ ഞങ്ങൾ ജയമെടുത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ ഞങ്ങളുടെ മേൽ വലിയൊരു വാഗ്ദത്തമുണ്ടല്ലോ. ആ വാഗ്ദത്ത നിവർത്തി വരും ദിവസങ്ങളിൽ കർത്താവെ അനുഭവിച്ചറിയുവാൻ ഓരോരുത്തരും ഇടയാക്കുമാറാകണമെന്ന് അപ്പാ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവ് അറിയിച്ച വാഗ്ദത്ത പ്രകാരം മർക്കോസിന്റെ മാളിക പറയും അവർ കാത്തിരുന്നല്ലോ. പരമപരിശുദ്ധമായ പെന്തക്കോസ്ത് ദിനത്തിൽ തിരുസഭയുടെ സ്ഥാപനം കുറിച്ചതും അപ്പോസ്തല പ്രവർത്തനങ്ങൾ വിവരിക്കപ്പെട്ടതുമായ അസാധാരണമായ ശക്തി ആ 120 മേലും വെളിപ്പെട്ടതുപോലെ കർത്താവേ, വരും ദിവസങ്ങളിൽ ഒരു വലിയൊരു ഉണർവിന്റെ വ്യാപാരം ദേശത്ത് വെളിപ്പെടുവാൻ സ്വർഗമടയാക്കുമാറാകണമേ എന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടകമനഘടക ശാന്തുനി എല്ലാവരും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കേട്ട വചനത്തിനായി സ്തോത്രം. ഇത് 30, 60, 100 മേനിയായിട്ട് വളരുവാൻ സ്വർഗമടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു പൊട്ട പിരിയാത്ത സാന്നിധ്യം കൂടുതൽ അമറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശേഷിയാൽ അവിടുത്തെ അഭിഷക്തന്മാരോടും കുടുംബങ്ങളോടും ആമേൻ അവരുടെ ശുശ്രൂഷകളോടും ആവശ്യങ്ങളോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും കടന്നു പോകുന്ന നിന്റെ ജനത്തോടും കൂടെ ഇന്ന് ഒരു നീക്കും അവിടുത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാട് മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ